നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മാണെന്തിനാ തീയുടെ മുന്നിൽ പോയി നിൽക്കുന്നത്? അവള് തീ കയ്യ മഞ്ഞിന്റെ തണുപ്പടിച്ചിട്ടാവും. ആന്റി നോക്ക്. അമ്മ കൈ പൊള്ളിയോ? സാരല്ല മഹിയേട്ടാ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ വാ, വേഗം ചെന്ന് തേൻ പുരട്ടെ, അല്ലെങ്കിൽ കൈ ഉമണച്ചു വരും. വാ. വീട്ടിൽ കുറവുണ്ടോ ഗംഗെ? ഉണ്ട് മഹേട്ടാ. മഹേട്ടനോട് മാളുവിന്റെ കാര്യം പറഞ്ഞാലോ? ഇനിയും പറയാതിരുന്നാൽ ശരിയാവില്ല. എങ്ങനെയെങ്കിലും മാളുവിനെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷിച്ചേ പറ്റൂ. മഹേട്ടാ. എന്താ ഗംഗെ, നീ എന്തോ ആലോചനയിലാണല്ലോ. ഗംഗയ്ക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അത് മഹേട്ടാ, നമ്മുടെ മാളുവിന്റെ കാര്യ. മാളുവിന്റെ ദേഹത്ത് ഏതോ ദുരാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. അതെ മഹേട്ടാ, നമ്മുടെ മാളുവിനെ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് രക്ഷിക്കണം. നീ എന്തൊക്കെയാ പറയുന്നത്? മാളുവിന്റെ ദേഹത്ത് കൂടിയിരിക്കുന്ന ബാധയെ ഒഴിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ നമുക്ക് ഉടനെ ചെയ്യണം. ഗംഗയ്ക്ക് എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ട്. അതാണ് അവളിങ്ങനെ പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് തനിയെ സംസാരിക്കുന്നതും. ശരിക്കും ഡോക്ടറെ കാണിക്കേണ്ടത് ഗംഗയാ. പക്ഷെ അത് പറഞ്ഞാ ഗംഗ വരില്ല. മഹേട്ടാ, മഹേട്ടനെന്താ മറുപടി ഒന്നും പറയാത്ത? ഞാനൊരു കാര്യം ആലോചിച്ചിരുന്നു ഗംഗെ. നമുക്ക് നാളെ ഒരു സ്ഥലം വരെ പോണം. മാളുവിനും കൂട്ടി വേണം പോവാൻ. എവിടെയാ മഹേട്ടാ? അത് ഞാൻ പറയാം. ഗംഗ മാളുവിനെ റെഡിയാക്കി സമയത്ത് ഇറങ്ങിയാ മതി. ശരി മഹേട്ടാ, ഞങ്ങൾ ഇറങ്ങാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.